Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിന്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പി ഞാൻ മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം ട്ടോ. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിനൊരു ഫില്ലിംഗ് ആയിട്ടൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കണം. അതിനായിട്ടൊരു 1/4 കപ്പ് മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ പകുതി തിക്ക് ക്രീമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പിൻ്റെ പകുതിയോളം എടുക്കുക. എന്നിട്ട് ഈ ചോക്ലേറ്റിലേക്ക് ഒഴിച്ച് ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്കിതൊന്ന് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റൗവിലേക്കൊന്നും കൊണ്ടുവന്നില്ല. നല്ല തിളച്ച വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിൻ്റെ മുകളിൽ ഈ ചോക്ലേറ്റും ക്രീമും ഉള്ള ബൗൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചോക്ലേറ്റൊക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ചോക്ലേറ്റ് ഓവർ കുക്കായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്കിനൊക്കെ ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 മുതൽ 1.25 കപ്പ് വരെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 kg കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഫില്ലിങ്ങിനും അതുപോലെ തന്നെ കോട്ടിങ്ങിനും അതുപോലെ തന്നെ ഡെക്കറേഷനൊക്കെ ആവശ്യമായിട്ടുള്ള ക്രീമാണ് 1.25 കപ്പ്. പിന്നെ നിങ്ങൾക്ക് ഡെക്കറേഷനൊന്നും വേണ്ടെങ്കിൽ ഒരു കപ്പ് വരെ എടുത്താലും മതിയാവും കേട്ടോ. ചില ക്രീമുകളുടെ അത് വിപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോളിയം നന്നായിട്ട് കൂടി വരും. അങ്ങനെയുള്ള ക്രീമൊക്കെ ആണെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷെന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ സാധാരണ ചോക്ലേറ്റ് ട്രഫിൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വിപ്പിംഗ് ക്രീമിലേക്ക് അത് ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ ഇന്നത് വിട്ടുപോയി. ഞാൻ വീഡിയോ എടുക്കുന്ന ആ തിരക്കിലൊക്കെ ആയപ്പം അതങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ കൊക്കോ പൗഡർ ഈ സമയത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഒരു 3 ലെയേഴ്സായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി സാധാരണ ചെയ്യുന്ന പോലെ ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് മിൽക്ക് കൊണ്ടാണ് കേട്ടോ വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യുന്ന കേക്കാണെങ്കിൽ ചോക്ലേറ്റ് മിൽക്കൊക്കെ വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ല കുറച്ച് വെക്കേണ്ട കേക്കാണെങ്കിൽ, കുറച്ച് ദിവസം വെക്കുന്ന കേക്കാണെങ്കിൽ അത് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആദ്യത്തെ ലെയർ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് ഇട്ട് കൊടുത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീം ഉപയോഗിച്ച് കേക്ക് മുഴുവനായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ഒരു ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നതിനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് മിൽക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ 1/4 കപ്പ്
ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നേരത്തെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് വെറും മിൽക്ക് ചോക്ലേറ്റ് മാത്രമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഫില്ലിംഗ് ആയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് വേണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും 1/4 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ 2 ചോക്ലേറ്റിൻ്റെയും കൂടെ വെയിറ്റ് നോക്കുമ്പോൾ ഒരു 75 ഗ്രാമോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അളവിൽ തന്നെ ഞാനിവിടെ ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ തിക്ക് ക്രീം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ നെസ്ലേൻ്റെ ടിന്നിൽ വരുന്ന ക്രീമൊക്കെ ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനെല്ലാം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ തിക്ക് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഗണാഷിലേക്ക് ഒരു ഐറ്റം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ, ഒരു ചെറിയ പീസ് ബട്ടർ ഒരു 1-1.5 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഈ ബട്ടറും ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽട്ടായി കിട്ടുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അതായത് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പോട്ടിലേക്ക് നല്ല ബോയിൽഡ് വാട്ടർ എടുത്ത് അതിന് മുകളിൽ ഇത് വെച്ചിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. സ്റ്റൗവിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. ഇനി ഗണാഷ് ചെറിയൊരു ചൂടോട് കൂടി തന്നെ നന്നായിട്ട് തണുത്തിട്ടുള്ള കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബോർഡിലേക്ക് അധികമായിട്ട് കിടക്കുന്ന ചോക്ലേറ്റ് ഗണാഷൊക്കെ നമുക്ക് ഐസ് നൈഫ് യൂസ് ചെയ്തിട്ട് എടുത്ത് മാറ്റാം. അതിനുശേഷം ടിഷ്യൂ യൂസ് ചെയ്തിട്ട് ബോർഡ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റുന്ന സമയത്ത് എൻ്റെ കേക്കിലേക്ക് ചെറുതായിട്ട് ഐസ് നൈഫ് തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചോക്ലേറ്റ് ഗണാഷ് വീണ്ടും ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ആ ഭാഗത്ത് ഇനിയിപ്പോൾ ഫ്ലവേഴ്സൊക്കെ വരുമ്പോൾ അതങ്ങ് കവറായിക്കോളും. ഇനി ഞാൻ ഈ കേക്കിലേക്ക് കുറച്ച് ഗ്രീൻ കളർ ക്രീം യൂസ് ചെയ്തിട്ട് ലീഫും അതുപോലെ തന്നെ വൈറ്റ് ബോൾസും ഗോൾഡൻ ബോൾസൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.